ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഉച്ചക്കത്തെ റെസിപ്പി എന്താണെന്ന് അറിയാമോ? ഒരു ബീട്രൂട്ട് പച്ചടിയും ഒരു കൊതിയൂറുന്ന ചെമ്മീൻ മസാലയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരുമായോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രണ്ട് വലിയ ബീട്രൂട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല സ്വാദുണ്ടായിരിക്കും നമ്മുടെ പച്ചടി കഴിക്കാനായിട്ട്. ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്കിട്ട് കുറച്ച് വെള്ളവും 2 പച്ചമുളകും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിക്കാൻ വയ്ക്കുക. പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ വെള്ളമൂടി ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇനി നമ്മുടെ ബീട്രൂട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ബീട്രൂട്ട് വേകുന്ന നേരം കൊണ്ട് പച്ചടിക്ക് വേണ്ട അരപ്പ് എന്താണെന്ന് നോക്കിയാലോ. അരപ്പ് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഒരു പിടി തേങ്ങ, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക്, 2 ചെറിയുള്ളി, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, 2 കപ്പ് കട്ടത്തൈര്. ഞാൻ മിൽമയുടെ കട്ടത്തൈരാട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല രുചിയാണ്. ഈ മിൽമയുടെ കട്ടത്തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനതാണ് യൂസ് ചെയ്യുന്നത്. അത് അരച്ചുകൊണ്ട് വരാമേ. അരപ്പൊക്കെ അരച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞാലേ നമ്മുടെ പച്ചടിക്ക് നല്ല രുചി ഉണ്ടാവും. ഇനി വെന്തുടഞ്ഞ ബീട്രൂട്ടിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി, പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടെ തൈര് ചേർക്കാം കേട്ടോ. ഈ പച്ചടി ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഒരുപാട് തിളച്ച് പതഞ്ഞ് പൊങ്ങിക്കഴിഞ്ഞാൽ പച്ചടിക്ക് രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പച്ചടി അരപ്പൊക്കെ ചേർത്ത് ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്ത് കേട്ടോ. പുളി കുറച്ച് കുറവായിരുന്നു, കുറച്ച് തൈരും കൂടി ചേർത്തപ്പോൾ ചെറുതായി തിളച്ചപ്പോഴത്തേക്ക് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി കടുക് തളിച്ചാൽ മതി. ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, 2 ചുവന്നുള്ളി, 2 പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, ഒരു ഉണക്കമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചാൽ രുചികരമായ ബീട്രൂട്ട് പച്ചടി റെഡി. ഇതൊന്ന് ചട്ടിയിലിരുന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുത്ത് പാകമായിട്ട് കഴിച്ചാലായിരിക്കും കുറച്ചുകൂടെ സ്വാദുണ്ടാവുക. ഇനി അടുത്ത പരിപാടി എന്താണ്? നമുക്ക് ചെമ്മീൻ ഒന്ന് വരട്ടിയെടുത്താലോ. ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പിടി സവാള അരിഞ്ഞത്, 2 പച്ചമുളക് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് വീണ്ടും വഴറ്റിയിടാം. അത് വഴണ്ട് റെഡിയായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് വഴറ്റി കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് ഈ അരപ്പ് നന്നായിട്ട് വേവിച്ച് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. തിളച്ച വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് കേട്ടോ അത് കാണിക്കാഞ്ഞത്. അങ്ങനെ അരപ്പ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വരട്ടി ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ, ചെറുതീയിൽ. ഇതിന് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതവിടെ നിന്ന് നന്നായിട്ട് ഈ മസാലയിലും വെളിച്ചെണ്ണയിലൊക്കെ തിളച്ച് വരണ്ട് വരുമ്പോഴാണ് ഈ കറിക്ക് നല്ല സ്വാദം ഉണ്ടാകുന്നത്. ചോറിനോട് കഴിക്കാൻ പൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.